കഴിഞ്ഞു. ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ ദിവസം മുനമ്പത്ത് പ്രസംഗിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇനി ഈ സർക്കാർ 1.5 വർഷമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ശരിയാക്കി തരാം എന്ന് പറയുന്നത്. ഈ നിയമം കൊണ്ടുവന്നത് ആരാന്നറിയാമോ? 95 ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം, BJP കൊണ്ടുവന്ന നിയമമല്ല. അവർ പറയുന്നത് വഖഫ് ബോർഡില് PK കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മുസ്ലിം നേതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ സർക്കാരിന്റെ കേസ് പിൻവലിക്കാവുന്നതേ ഉള്ളൂ എന്നാ പറയുന്നത്. ഇന്നും തിരുവനന്തപുരത്ത് ചർച്ച നടക്കുന്നത്. ഇന്നലത്തെ ചർച്ച പറഞ്ഞത് കേസിന്റെ വഴിക്ക് പോട്ടെ എന്നാ. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാ, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി അവിടെ വീട് വെച്ച ഭൂമിയാ. ആ ഭൂമിയിലാണ് ഒരു ദിവസം വഖഫ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. വഖഫിന് ഇത് മറ്റേ സേട്ടുവിന് രാജാവ് കൊടുത്ത ഭൂമിയാ. രാജാവ് ഫറൂഖ് കോളേജിന് കൊടുത്തു. ഫറൂഖ് കോളേജ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി മേടിച്ച് തീരാധാരം ചെയ്തു തന്നിട്ട് അവസാനം ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അത് എന്തൊരു ന്യായം? പിന്നെ വഖഫിന്റെ നിയമപ്രകാരം വഖഫ് ഒരു ഭൂമിയിൽ കണ്ണുവെച്ചാൽ അവരൊരു പേപ്പർ ഇട്ടാൽ പിന്നെ വഖഫിന്റെ ട്രിബ്യൂണലിൽ നമ്മൾ പോകണം, നമ്മൾ തെളിയിക്കണം, ഇത് ഞങ്ങളുടേതാണെന്ന് നമ്മൾ തെളിയിക്കണം. ഇങ്ങനൊരു നിയമം ഈ ലോകത്തുണ്ടോ? അറബി നാട്ടിലുണ്ടോ? ഇല്ല. എന്താ ഈ നിയമം കൊടുക്കാൻ കാരണം? ഇപ്പൊ പറയുന്ന കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാന്നാ പറയുന്നത്. ഞാൻ അവരോട് പറയുന്നത് 1962 ISROയ്ക്ക് വേണ്ടി 900 ഏക്കർ ഭൂമി തിരുവനന്തപുരത്ത് എടുത്തു കൊടുത്തിട്ട് ആ ഭൂമിയിൽ നിന്ന് ആളുകളെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 1962 ISROയ്ക്ക് വേണ്ടി 900 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. 900 ഏക്കർ ഭൂമി ഏറ്റെടുത്തിട്ട് അവിടെയുള്ള ആളുകൾക്ക് 500 കുടുംബങ്ങൾക്ക് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് 200 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 300 പേര് പുറംപോക്കി കിടക്കുകയാണ്. അവരിപ്പോഴും പുറംപോക്കിലാണ്. ആ പ്രദേശത്ത് നിന്ന് നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് കോൺഗ്രസ് എത്ര പ്രാവശ്യം ജയിച്ചു? എത്ര പ്രാവശ്യം മന്ത്രിസഭ ഉണ്ടാക്കി? കേന്ദ്രത്തിൽ എത്ര പ്രാവശ്യം ഭരണത്തിലെത്തി? കേരളത്തില് എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടായി? ഇവരാരും സഹായിച്ചില്ല. അതുപോലെ തന്നെ ഇവരിപ്പോൾ പാലസ്തീനു വേണ്ടി വലിയ രീതിയിൽ മുറവിളി കൊട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് പാലസ്തീനിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ എത്രയുണ്ടെന്നറിയോ? പാലസ്തീനില് 2007 3000 ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. 2011 ആയപ്പോ 1400 പേരേ ഉള്ളൂ. അവിടുത്തെ കണക്കനുസരിച്ച് പറയുന്നത് അവിടുത്തെ പള്ളികൾ തകർക്കുക, ക്രിസ്ത്യാനികളുടെ വീട് കൊള്ളയടിക്കുക, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുക, ഇതെല്ലാം നടക്കുന്നത് പാലസ്തീനിലാണ്. പാലസ്തീനിലെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കരയാൻ ഇവിടെ CPM-ഉമില്ല, കോൺഗ്രസുമില്ല. പകരം ഇവിടെ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ സ്ഥലം തരണമെന്ന് പറയുമ്പോൾ 3 ദിവസം മിണ്ടാതിരുന്ന UDF-ഉം LDF-ഉമാണ് ഉള്ളത്. ആരാധനായ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അവരുകൾ ഒറ്റ പ്രസ്താവന നടത്തിയപ്പോൾ എല്ലാവരും ഈയലു കൂടുന്ന പോലെ കൂടിയിട്ട് ഇതാ ഞങ്ങൾ കോംപ്രമൈസ് ആക്കുന്നു, എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ആക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആളുകൾ കടപ്പുറത്ത് നിന്ന് അടിയോടിക്കപ്പെടുമ്പോൾ ഞങ്ങൾ വെറും കൈയോടെ നോക്കി നിൽക്കില്ല. അതിനെതിരെ ഉജ്ജ്വല സമര പോരാട്ടവുമായി മുന്നോട്ട് വരികയാണ്. അതിന്റെ ഭാഗമായി നടത്തുന്ന ഈ മാർച്ചിന് ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ശ്രീ K. സുരേന്ദ്രൻ അവരുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു, മുതിർന്ന നേതാവും സംസ്ഥാന ഉപാധ്യക്ഷനുമായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ അവറുകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ നോബിൾ മാത്യു, ദേശീയ ഉപാധ്യക്ഷൻ മൈനോറിറ്റി മോർച്ച, പ്രിയങ്കരനായ ഷോൺ ജോർജ്, മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബിജു പടമാടൻ, ശ്രീ ജോസഫ്, ജില്ലാ പ്രസിഡന്റ് വിനോദ് വർഗീസ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള സജി ബസിത് കുമാർ, ജയ്സൺ,
മറ്റ് മുതിർന്ന നിരവധി നേതാക്കൾ, കൗൺസിലർമാർ, അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, അങ്ങനെ ഒട്ടേറെ നിരവധി നേതാക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പരാമർശിക്കുന്നില്ല. ഇവിടെ മുനമ്പത്ത് നിന്ന്, ആ പ്രശ്നഭൂമിയിൽ നിന്ന് ഇവിടെ ഈ സമരത്തിനെത്തിയിട്ടുള്ള തീരദേശവാസികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ മുനമ്പത്തെ കുടിയിറക്ക ഭീഷണി ഉയർന്നു വന്നിട്ട് കുറച്ച് കാലങ്ങളായി. ഇത് ഭാരതീയ ജനതാ പാർട്ടി, മൈനോറിറ്റി മോർച്ചയെല്ലാം ശരിയായൊരു നിലപാട് സ്വീകരിച്ച് തദ്ദേശവാസികളെ കൂടെ നിർത്തി അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ ചില ആളുകൾ രംഗത്ത് വന്നിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ എംപിയും പ്രതിപക്ഷ നേതാവ് എന്ന് അദ്ദേഹത്തെ പറയാൻ പറ്റില്ല, അദ്ദേഹം മന്ത്രിസഭയിലെ 21ാമത്തെ അപ്രഖ്യാപിത അംഗമാണ്. കാരണം പിണറായി വിജയനെ ഏത് സമയത്തും ആപൽ ഘട്ടത്തിലും സഹായിക്കാൻ അവതരിച്ചിട്ടുള്ള അവതാര പുരുഷനാണ് വി ഡി സതീശൻ. ഇന്നലെ നിങ്ങൾ നിയമസഭയിൽ കണ്ടില്ല, ഇന്നലെ എന്തെല്ലാം കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഒറ്റ ബഹളം, നിയമസഭ അലങ്കോലമാക്കി. എന്നിട്ട് നിഴൽ യുദ്ധം നടത്തുന്നു എന്ന് ജനങ്ങളെ കാണിക്കും. ഒരു യുദ്ധവുമില്ല പിണറായി വിജയനും വി ഡി സതീശനും തമ്മിൽ. അപ്പൊ ആ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഇവിടെ അത് പറയാതിരിക്കുന്നത് മോശമല്ല. അദ്ദേഹം പറയാണ്, ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്, വളരെ പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഞങ്ങളൊരു പരിഹാരം ഉണ്ടാക്കും. എന്താ അതിന്റെ അർത്ഥം? കുഞ്ഞാലിക്കുട്ടി സാഹിബാണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ കോൺഗ്രസ് പാർട്ടി ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചിട്ടില്ലേ? നിങ്ങളിൽ പലരും മോദി വരണ്ട എന്ന് വിചാരിച്ചിട്ട് അന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ലേ? ആ കോൺഗ്രസ് പാർട്ടി ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? കുഞ്ഞാലിക്കുട്ടിയുമായി ഞാൻ സംസാരിച്ച് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യും എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അതിന്റെ ആവശ്യം? പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാനില്ല. ഇത് മുനമ്പത്തെ തീരദേശവാസികളുടെ അവകാശമാണ്. അവർ കാശ് കൊടുത്തു വാങ്ങിയ ഭൂമിയാണ്. 3 തലമുറകളായിട്ട് അവരവിടെ ജീവിക്കുകയാണ്. ഇപ്പൊ ഈ വഖഫ് നിയമം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാ? ഇതിനെ പോലൊരു വെള്ളാന ഈ രാജ്യത്ത് വേറെയില്ല. പേര് വഖഫ് ഭൂമി എന്നാണ്, എല്ലാം കയ്യേറ്റമാണ്. വഖഫ് ചെയ്ത ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മതശാസന. അവിടെ എല്ലാം പലതരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ കാശുകാരൻ അവിടെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മതത്തിന്റെ ശാസന അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം കച്ചവട താല്പര്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വഖഫ് നിയമം പരിഷ്കരിക്കണമെന്ന് മോദി സർക്കാർ ഇപ്പൊ നിയമം കൊണ്ടുവന്നത്. കോൺഗ്രസ് പാർട്ടി ഹൈബി ഈഡൻ എന്ത് നിലപാടാണ് വഖഫ് പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ എടുക്കുന്നത്? സതീശന്റെ നിലപാട് എന്താണ്? വഖഫ് ഭൂമികൾ കൊള്ളയടിച്ച് സഹസ്രകോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ കോൺഗ്രസ് നേതാക്കന്മാർ, മറ്റ് മതനേതാക്കന്മാർ അവരുടെ തട്ടിപ്പ് അവസാനിപ്പിച്ച് സുതാര്യത ഉറപ്പുവരുത്താനാണ് അവിടെ വഖഫ് നിയമം കൊണ്ട്. ആ നിയമം പാസാക്കില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നവര് എഴുതി വെച്ചോളൂ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി, പാർലമെന്റിലെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി ആ നിയമം പാസ്സാവും. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം പാസ്സായിട്ടുണ്ട്. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ് അവിടെ സംസ്ഥാനം രൂപീകരിച്ച് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. നടന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. നാഷണൽ കോൺഫറൻസ് ആയിരിക്കും ചിലപ്പോൾ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. കോൺഗ്രസിനൊന്നുമില്ല. BJP 28 സീറ്റിൽ ജയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഏത് കാര്യത്തിലും BJP ഒരു കാര്യം നിലപാട്
ജനങ്ങളോട് പറഞ്ഞാൽ അത് നടപ്പാക്കും. ഈ വിഷയത്തിലും ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇവിടെ നിന്ന് ഒരാളെയും കുടിയിറക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് നിങ്ങളെ കബളിപ്പിക്കും. കാരണം കോൺഗ്രസ് വോട്ട് ബാങ്കിന്റെ താല്പര്യം വരുമ്പോൾ ഏത് പക്ഷത്താണ് നിലയുറപ്പിക്കുന്നത്? കോൺഗ്രസിന്റെ മതനിരപേക്ഷത, കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് എപ്പോഴും ഏകപക്ഷീയമാണ്. മുസ്ലിം സമുദായ സംഘടനകൾ എവിടെയുണ്ടോ കോൺഗ്രസ് അവിടെ നിന്നിട്ടുള്ളൂ. പാലാ ബിഷപ്പ് ഞായറാഴ്ചത്തെ ഒരു പ്രാർത്ഥനാ സഭയിൽ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് പലയിടത്തും ഭീഷണിയുണ്ട്, പെൺകുട്ടികളെ ലാക്കാക്കി തീവ്രവാദ ശക്തികൾ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജാഗ്രത പാലിക്കണം. അല്ലാതെ വേറെ ഒരു മതത്തിനെയും പറഞ്ഞിട്ടില്ല. തീവ്രവാദ ശക്തികൾ എന്നാണ് പറഞ്ഞത്. പാലാ ബിഷപ്പിനെതിരെ കല്ലേറ് വന്നില്ലേ? PFIക്കാര് ബിഷപ്പ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയില്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് പാലാ ബിഷപ്പിനോട് ചെയ്തത് നെറികേടാണ്, തീവ്രവാദികളുടെ തോന്നിവാസമാണ് എന്നൊരു നിലപാട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? പാലാ ബിഷപ്പിനെതിരെ ബിഷപ്പ് ഹൌസിലേക്ക് PFIക്കാർ മാർച്ച് നടത്തിയപ്പോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ മാത്രമാണ് അവിടെ ഓടിയെത്തിയത്. കോൺഗ്രസ് പാർട്ടിക്കാർ ആരും അവിടെ വന്നിട്ടില്ല. ഒരൊറ്റ കോൺഗ്രസ് പാർട്ടിക്കാരൻ വന്നിട്ടില്ല. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ കുട്ടികൾക്ക് ഹാള് കൊടുക്കണം, അല്ലേ? മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കോളേജുകളിലും സ്കൂളുകളിലും സ്ഥലം കൊടുക്കണം, നിസ്കാരമുറി കൊടുക്കണം. ഇന്നേ വരെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടില്ലാത്ത ആവശ്യമാണ്. ഞാൻ VD സതീശനോടും IB ഈഡനോടും ചോദിക്കുന്നു, നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇത് ശരിയായ നിലപാടല്ല, ഒരു മതനിരപേക്ഷ സമൂഹത്തിന് ചേർന്ന നിലപാടല്ല എന്ന് ആർജവത്തോടെ പറയാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയപ്പെടുന്നവരാണ്. നിങ്ങളുടെ നിലപാട് തറ എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്കിന്റെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, അതിനെ ഭയപ്പെടാത്ത ഒരേ ഒരു പാർട്ടിയെ നമ്മുടെ രാജ്യത്തുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്ക വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ കുടിയൊഴിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തുന്ന അവിടുത്തെ തീരദേശവാസികളുടെ കൂടെയാണ്. അതിനെ രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും, നിയമപരമായി ഞങ്ങൾ നേരിടും. ഇനി അവരെ കുടിയൊഴിപ്പിക്കാൻ വന്നാൽ കായികമായും അവിടെ ഇടപെടാൻ ഞങ്ങളുടെ ചെറുപ്പക്കാർ തയ്യാറാവും. അതിന് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. നീതി നിഷേധിക്കപ്പെട്ടവരോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് സംസാരിച്ച് ഞാൻ എല്ലാം ഇപ്പൊ സെറ്റിലാക്കാന്ന് പറയുന്ന നിലപാടില്ല. കുഞ്ഞാലിക്കുട്ടിയല്ല, ആരുമായി സംസാരിച്ചാലും തീവ്രവാദ ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിതിന് വഴങ്ങാൻ തയ്യാറാവില്ല. ശരിയായ നിലപാട്, ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ MP, വഖഫിന്റെ അഫയേഴ്സിന്റെ മെമ്പർ, പാർലമെന്ററി കമ്മിറ്റിയിലെ മെമ്പർ അവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. BJPയുടെ ന്യൂനപക്ഷ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയിട്ടുണ്ട്, ശരിയായ അവരോട് സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ കള്ളക്കളി നിങ്ങളെ ആ പ്രദേശത്തുകാരെ മനസ്സിലാക്കണം, ചതിക്കാനുള്ള പരിപാടിയാണ്. കാരണം അതിനിടയിൽ ഇടങ്കോലിട്ട് ചതിക്കാനുള്ള പരിപാടിയാണ് കോൺഗ്രസ്. എല്ലായിടത്തും കോൺഗ്രസ് ഇപ്പൊ വരും. ഇന്ന് രാവിലെ ഹരിയാന, അതും പറയാതിരിക്കാൻ ഇപ്പൊ പറ്റൂല, ഫലം വന്നപ്പോ എന്തായിരുന്നു ഒരു ബഹളം, കർഷക സമരം, ഗുസ്തിക്കാരുടെ മത്സരം, ഒളിമ്പ്യനെ ഇറക്കിയിരിക്കും, മലപ്പുറം കത്തി. എന്തായി? ഇന്ന് രാവിലെ പല ചാനലുകളും ഞാൻ കണ്ടപ്പോ എന്തൊരു പടക്കം പൊട്ടിക്കലായിരുന്നു. പടക്കം പൊട്ടിക്കലോട് പടക്കം പൊട്ടിക്കൽ, മുഹബത്തിന്റെ
മുഹബത്ത് കാ ദുക്കാനിൽ ലഡു വിതരണം ചെയ്യാൻ. ആര്? മാധ്യമങ്ങളും. ആ വിനു വിജോണിനെയും മറ്റേ എന്താ പ്രശാന്ത് രഘുവംശം 2 ദിവസം ശ്രദ്ധിക്കണേ. കെട്ടിദ്യമ ചാവോന്നറിയില്ല, അവർക്ക് എന്തുമാത്രം സങ്കടമാണെന്നറിയാം. വളരെ ശ്രദ്ധിക്കണം. എല്ലാരും ഉണ്ട്, ഞാൻ ഒരാളെ പേര് പറയുന്നല്ല. ആത്മഹത്യയൊന്ന് പേടിയായി. രാഹുൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ഇലക്ഷനാവും. ഹിന്ദി ഹൃദയഭൂമിയിലാണ്. അതേടോ, ഹിന്ദി ഹൃദയഭൂമി തന്നെയാണ് ഹരിയാന. കുരുക്ഷേത്ര യുദ്ധം നടന്ന മണ്ണാണ്. നിങ്ങൾക്ക് കഴിയില്ല. 10 കൊല്ലം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനഹൃദയങ്ങളിലാണ്, ഹിന്ദി ഹൃദയത്തിലല്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് മോദിയും BJPയും. ഏത് സർക്കാരിന് 15ാമത്തെ വർഷം വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ? മധ്യപ്രദേശിൽ ഞങ്ങൾ തോക്കൂന്ന് പറഞ്ഞു, ഛത്തീസ്ഗഡിൽ പോയി എന്ന് പറഞ്ഞു. അവിടെയെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ലഡു നമ്മളാണ് വിതരണം ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലുടനീളം ലഡു വിതരണം ചെയ്യും. BJPയെ ജനഹൃദയങ്ങളിൽ നിന്ന് ഇറക്കാൻ ഒരു ഗൂഢാലോചനയ്ക്കും കഴിയില്ല. 1 മാസം കഴിയുമ്പോ പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വരും. നിങ്ങൾ എഴുതി വെച്ചോ, ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജയിക്കാൻ പോകുന്നതും ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വഖഫിന്റെ പ്രശ്നം, അതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ, അതെങ്ങനെയാണ് കൈവശം വന്നത്, എങ്ങനെയാണ് അതിൽ വകമാറൽ നടന്നത്, ഇതൊക്കെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ ആ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. ന്യായം ഇവിടുത്തെ മുനമ്പം പ്രദേശത്തെ ചെറായി മുനമ്പം ഭാഗത്തെ തീരദേശവാസികളുടെ കൂടെയാണ്. ആ ന്യായത്തിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, BJP സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ട് കോൺഗ്രസുകാരെയോ CPMകാരെയോ പോലോ രാത്രിയിലെ യോഗം കൂടി ആ പ്രശ്നത്തിൽ നിലപാട് മാറ്റുന്നവരല്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഈ പ്രദേശവാസികളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. 100% നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് തലമുറ തട്ടിക്കൂട്ടിയ കൂരയ്ക്കും തലമുറയായി കാത്തിയിരുന്ന മാതാവിന്റെ പള്ളിക്കും ഞങ്ങളുടെ മക്കൾ നന്ദി ഉറങ്ങാൻ കാത്തിടുന്ന ഒരു വീടിന്മേലും കഴുകൻ കണ്ണുകൾ വെച്ചിട്ടുണ്ട്. വഖഫെന്നൊരുതമ്മാടി കഴുകൻ കണ്ണുകൾ വെച്ചിട്ടുണ്ട്. വഖഫ് എന്നൊരുതമ്മാടി ഞങ്ങളെ നാട്ടി ഇറക്കാനായി തക്കം പാക്കും വഖഫേ, ഞങ്ങളെ നാട്ടി ഇറക്കാനായി തക്കം പാക്കും വഖഫേ. ഇല്ല ഇല്ല വിട്ടുതരില്ല, ഇല്ല ഇല്ല വിട്ടുതരില്ല, ജീവനുണ്ടേ വിട്ടുതരില്ല, ജീവനുണ്ടേ വിട്ടുതരില്ല. ഞങ്ങൾ കാക്കും അമ്പലമൊന്നും, ഞങ്ങൾ കാക്കും അമ്പലമൊന്നും നിങ്ങൾക്കായി വിട്ടുതരില്ല, നിങ്ങൾക്കായി വിട്ടുതരില്ല. തലമുറയായി അധ്വാനിച്ച് തട്ടിക്കൂട്ടിയ പൂരയ്ക്കും തലമുറയായി കാത്തിയിടുന്ന മാതാവിന്റെ പള്ളിക്കും ഞങ്ങളുടെ
ഞങ്ങളെ ഇളക്കാനായി പക്കം പാക്കും വക്കഫേ ഇല്ല ഇല്ല വിട്ടുതരില്ല. ജീവനുണ്ടേൽ വിട്ടുതരില്ല. ജീവനുണ്ടേൽ വിട്ടുതരില്ല. ഞങ്ങൾ കാക്കും അമ്പലമൊന്നും നിങ്ങൾക്കായി വിട്ടുതരില്ല. തലമുറയായി അധ്വാനിച്ച് തട്ടിക്കൂട്ടിയ സൂര്യക്കും തലമുറയായി കാത്തിയിടുന്ന മാതാവിന്റെ വള്ളിക്കും നന്ദി ഉറങ്ങാൻ കാത്തിടുന്നൊരു വീടിന്മേലും കഴുകൽ വെച്ചിട്ടുണ്ട്. വക്കഫെന്നൊരു നെമ്മാടി ഞങ്ങളെ ഇറക്കാനായി പക്കന്മാർക്കും വക്കഫേ ഇല്ല ഇല്ല വിട്ടുതരില്ല. ഇല്ല ഇല്ല വിട്ടുതരില്ല. ജീവനുണ്ടേൽ വിട്ടുതരില്ല. ജീവനുണ്ടേൽ വിട്ടുതരില്ല. ഞങ്ങൾ കാക്കും അമ്പലമൊന്നും നിങ്ങൾക്കായി വിട്ടുതരില്ല. നിങ്ങൾക്കായി വിട്ടുതരില്ല. തലമുറയായി അധ്വാനിച്ച് തട്ടിക്കൂട്ടിയ കൂരയ്ക്കും മാതാവിന്റെ വള്ളിക്കും ഞങ്ങളുടെ മക്കൾ കന്തി ഉറങ്ങാൻ കാത്തിടുന്നൊരു വീടിന്മേലും കഴുകൽ വന്നിട്ടുണ്ട്. കഴുകൽ बोलो भारत माता की ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ ശ്രീ ജിജി ജോസഫ് നമ്മോട് സംസാരിക്കുന്നു. തലമുറയായി അധ്വാനിച്ച് തട്ടിക്കൂട്ടിയ കൂരയ്ക്കും തലമുറയായി കാത്തിടുന്ന മാതാവിന്റെ പള്ളിക്കും ഞങ്ങളുടെ മക്കൾ നന്ദി ഉറങ്ങാൻ കാത്തിരുന്നൊരു വീടിന്മേലും കഴുകൽ വന്നിട്ടുണ്ട്. കഴുകൻ കണ്ണുകൾ വച്ചിട്ടുണ്ട്. വക്കഫ് എന്നൊരു തെമ്മാടി പോയിക്കോ.